സമാനതയുള്ളതിനാൽ ഏറെക്കുറെ ഒരു സുതാര്യലോകം തെളിഞ്ഞു കിട്ടുന്നുണ്ട്. പകൽ വേളയിലെ ക്ലാസുകൾ കഴിഞ്ഞാൽ രാത്രികളിൽ പ്രത്യേക ശിഷ്യന്മാർക്കുള്ള ആത്മീയ പാഠങ്ങൾ ബഹാവുദ്ദീൻ പകർന്നു കൊടുക്കാറുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ബാൽക്കിലെ പ്രമുഖ മസ്ജിദിൽ അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ഖുതുബ വെള്ളിയാഴ്ച പ്രഭാഷണം നടത്തിപ്പോരുകയും ചെയ്തു. ബഹാവുദ്ദീൻ്റെ സമകാലികനായിരുന്ന പ്രശസ്ത പണ്ഡിതനും ആത്മീയ ദാർശനികനുമായിരുന്നു ഫഖ്റുദ്ദീൻ റാഷി. ഇസ്ലാമിക ജ്ഞാന പൈതൃകത്തെ ഭിന്ന വീക്ഷണങ്ങളിലൂടെ വീക്ഷിച്ചവരായിരുന്നു ബഹാവുദ്ദീനും റാഷിയും. സ്വാഭാവികമായും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ബഹാവുദ്ദീനും കുടുംബവും ബാൽക്ക് പ്രവിശ്യ വിട്ട് പടിഞ്ഞാറൻ ദിക്കുകളിലേക്ക് പലായനം ചെയ്തതിനു പിന്നിൽ ഇവർക്കിടയിലെ പാണ്ഡിത്യ സംഘർഷം വലിയ കാരണങ്ങളായിട്ടുണ്ടായിട്ടുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് ഒരു പൂർണ്ണ ശരിയല്ലെങ്കിലും ചില വസ്തുതകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാമെന്നതിന് നിഷേധിക്കാനാകില്ല. കാരണം ഭരണകൂടങ്ങളുടെ പിന്തുണ പലപ്പോഴും പല കാരണങ്ങളാൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ചാഞ്ഞുകൊണ്ടേയിരിക്കും. മുസ്ലിം സമുദായത്തിനിടയിലെ വീക്ഷണ വ്യത്യാസങ്ങൾ ഇതിന് വളം വെച്ച് കൊടുക്കുകയും ചെയ്യും. എന്നാൽ ബാക്കിൽ നിന്ന് തൻ്റെ കുടുംബത്തെ പൂർണ്ണമായും പറിച്ചു നടാൻ ബഹാവുദ്ദീൻ തീരുമാനിച്ചത് അക്കാലത്ത് രൂപം കൊണ്ട രാഷ്ട്രീയ കാലാവസ്ഥയാണ്. സാഹസികൻ ചെങ്കിസ് ഖാൻ എന്ന സ്ഥാനപ്പേരിൽ മംഗോളിയയുടെ ചക്രവർത്തിയായി സ്ഥാനാരോഹണം ചെയ്തു. ലോകഭരണം തൻ്റെ ജന്മാവകാശമാണെന്ന വിശ്വാസമായിരുന്നു ഈ സാഹസികൻ്റെ ഒരേ ഒരു പ്രത്യയശാസ്ത്രം. ചെങ്കിസ് ഖാൻ്റെ സൈനിക മുന്നേറ്റം തകർത്തെറിഞ്ഞത് മുസ്ലിം നാഗരികതകളെയായിരുന്നു. ജ്ഞാനമാർഗത്തിൽ ജീവിക്കാൻ തീരുമാനിച്ച ബഹാവുദ്ദീൻ കൂടുതൽ സുരക്ഷിതമായ ഒരിടം അന്വേഷിക്കുകയായിരുന്നു. 1212 അദ്ദേഹവും കുടുംബവും സമർക്കന്ദിലേക്ക് യാത്ര തിരിച്ചു. അക്കാലത്ത് റൂമിക്ക് 5 വയസ്സായിരുന്നു പ്രായം. അറിയപ്പെടാത്ത ചില കാരണങ്ങളാൽ ബഹാവുദ്ദീൻ ബാൽഖിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നീട് 1219 അദ്ദേഹം തൻ്റെ വിസ്തൃതമായ പുറപ്പാടിനൊരുങ്ങുന്നത്. റൂമിയുടെ കുട്ടിക്കാലം കടന്നുപോയത് ശാന്തിപൂർണമായ അവസ്ഥകളിലൂടെയല്ല. ക്രൂരമായ കൂട്ടക്കൊലകളും കത്തിച്ചാമ്പലായ പട്ടണങ്ങളും ആ കുട്ടിയുടെ ഓർമ്മയിൽ മുദ്രകൾ തീർത്തിട്ടുണ്ട്. രാഷ്ട്രീയ അധികാരത്തിൻ്റെ കൊടിയ തൃഷ്ണകൾ മാനവിക സംസ്കാരത്തെ തകർത്തെറിയുന്നതിന് ആ ബാലൻ സാക്ഷിയായി. പിൽക്കാലത്ത് അദ്ദേഹം ഞാൻ കാണാനിടയായ ഒരു സംഭവത്തെ ഫീഹി മാ ഫീഹി എന്ന ഗദ്യാകൃതിയിൽ വർണ്ണിച്ചെടുക്കുന്നുണ്ട്. പിതാവിനോടൊപ്പമുള്ള പ്രഥമ പ്രയാണത്തിൽ സമർക്കണ്ടിനെ ഷാ ഉപരോധത്തിലാക്കിയപ്പോൾ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും മഹാവിപത്തിനെ ഓർത്ത് വിലപിക്കുകയായിരുന്നു. ഞങ്ങൾ ഏതൊരവസരവും വാളിനിരയാവുകയോ ബന്ദികളാക്കപ്പെട്ട് ചന്തകളിൽ വിൽപ്പനച്ചരക്കാവുകയോ ചെയ്യുമെന്നതായിരുന്നു അവരുടെ ആദി. ആരാ കമന്റ് ചെയ്തിട്ടുണ്ട്? ഇത് എവിടെയാ സ്ഥലം? ഇത് കരിങ്കപ്പാറ. ഞാൻ റൂമി കഥ വായിക്കുകയാണ്, കേട്ടോ. കൂട്ടത്തിൽ ഒരു യുവതി. എല്ലാവരും ചായ കുടിച്ചോ? എല്ലാവർക്കും സുഖമാണോ? ലീക്കടിക്കാൻ മറന്നവരൊക്കെ ലീക്കടിക്കണേ. കൂട്ടത്തിൽ ഒരു യുവതി കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാൻ എന്നെ പൂർണ്ണമായും നിന്നിലേക്ക് അർപ്പിക്കുന്നു. എന്നെ നീ ശത്രുക്കളുടെ ഇരയാക്കരുതേ.